ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടൈപ്പിസ്റ്റ് ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ് കേട്ടോ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങല്ലേ, ഒരു ബുക്കും പെന്നും ഒക്കെ എടുത്ത് നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ്സ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് വിച്ച് പാർട്ട് ഓഫ് ദി സെന്റൻസ് ഹാസ് ആൻ എറർ. ഏത് ഭാഗത്താണ് എറർ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. Both Raj's father and mother was angry with him when he quarreled with his sister. Okay, both Raj's father and mother was angry with him when he quarreled with his sister. ഏതൊക്കെ, അതായത് സെന്റൻസിനെ 3 കഷ്ണമായിട്ട് വെച്ചിട്ടുണ്ട് അവര്. ബോത്ത് രാജ്സ് ഫാദർ ആൻഡ് മദർ, ഓപ്ഷൻ എ. ഓപ്ഷൻ ബി വാസ് ആംഗ്രി വിത്ത് ഹിം. ഓപ്ഷൻ സി വെൻ ഹി ക്വാറൽഡ് വിത്ത് ഹിസ് സിസ്റ്റർ. ഇതിൽ ഏത് ഭാഗത്താണ് മിസ്റ്റേക്ക്? കുറച്ച് പേർക്കെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, ബോത്ത് രാജ്സ് ഫാദർ ആൻഡ് മദർ വാസ് ആണോ വരിക? 2 പേർക്കും ദേഷ്യം വന്നു അല്ലേ? 2 പേര് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ ആണ്. അപ്പൊ വാസ് അവിടെ ശരിയാവില്ല. ആൻസർ എന്താ വരിക? ഇവിടെ വാസ് ആംഗ്രി വിത്ത് ഹിമിലാണ് മിസ്റ്റേക്ക്. ശരിക്കും അവിടെ വാസ് അല്ല വരിക. എന്താ വരിക? വേർ ആണ് വരിക. ക്ലിയർ ആണോ? വേർ ആണ് വരിക. Okay, so both Raj's father and mother were angry with him when he quarreled with his sister. Okay, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Correct the statement. Each of the boys were given a pen. Okay, each of the boys were given a pen. അപ്പൊ ഇതിനകത്ത് എന്താണ് മിസ്റ്റേക്ക് എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് മിസ്റ്റേക്ക് പറയുന്നതിന് മുൻപായിട്ട് ഞാൻ ഇനി പറയുന്ന കുറച്ച് വാക്കുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ആ വാക്കുകൾ എവിടെ വന്നാലും നമുക്ക് അവിടെ വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് എന്ത് തന്നെയാണെങ്കിലും സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സിംഗുലർ വെർബ് അല്ലെങ്കിൽ സിംഗുലർ ഓക്സിലറി വെർബ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന വാക്കുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്താണ്? എവ്രി വൺ, എവ്രിബഡി, നോ വൺ, നോബഡി, സം വൺ, സംബഡി, എനി വൺ, എനിബഡി, ഈച്ച്, എവ്രി, നൈദർ, നൺ. മനസ്സിലായോ? ഇത്രയും വാക്കുകൾ വന്നാൽ നമുക്ക് നിർബന്ധമായിട്ടും എന്തുപയോഗിക്കണം? സിംഗുലാർ ഓക്സിലറി ഉപയോഗിക്കണം, അല്ലെങ്കിൽ സിംഗുലാർ വെർബ് ഉപയോഗിക്കണം. അപ്പൊ ഒരു പ്രാവശ്യം കൂടി പറയാം. എവ്രിബഡി, എവ്രി വൺ, നോബഡി, നോ വൺ, സംബഡി, സം വൺ, എനിബഡി, എനി വൺ, ഈച്ച്, നൈദർ, എവ്രി, അതുപോലെ നൺ. ഇത്രയും വാക്കുകൾ വന്നാൽ സിംഗുലാർ വെർബ് അല്ലെങ്കിൽ സിംഗുലാർ ഓക്സിലറി വെർബ് തന്നെ നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരം പറയാൻ പറ്റും. കണ്ടോ, എന്താ വരിക? ഇത് പ്ലൂറൽ ആണ്, അപ്പൊ ഇത് വരില്ല. ഇവിടെ വേറാണ്, വരില്ല. ഇവിടെ ഒന്നുമില്ല, അപ്പൊ അതും വരില്ല. ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഈച്ച് ഓഫ് ദ ബോയ്സ് വാസ് ഗിവൺ എ പെൻ. ക്ലിയർ ആണോ? ഇനി ഇവിടെ തന്നെ ചിലപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വിചാരിക്കൂ. എവ്രി ബോയ് ആൻഡ് അല്ലെങ്കിൽ എവ്രി ബോയ്സ് ആൻഡ് എവ്രി ഗേൾസ്, അങ്ങനെ ഒന്നിലധികം. ഇപ്പൊ ബോയ് മാത്രമേ ഉള്ളൂ. ഇവിടെ വീണ്ടും ഒന്നിലധികം ഈച്ചോ എവരിയോ ഇട്ട് വീണ്ടും വീണ്ടും ആ സബ്ജക്ട് റിപ്പീറ്റ് ചെയ്താലും അവിടെ എന്തേ വരത്തുള്ളൂ? സിംഗുലാർ വെർബ് അല്ലെങ്കിൽ സിംഗുലാർ ഓക്സിലറി വെർബ് മാത്രമേ അവിടെ വരത്തുള്ളൂ. കേട്ടോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദി റോങ് പാർട്ട് ഓഫ് ദി സെന്റൻസ്. ഈച്ച് ഓഫ് ദീസ് വർക്കേഴ്സ് ആർ ജെന്യൽ. ജെന്യൽ എന്ന് പറഞ്ഞാൽ ചിയർഫുൾ ആൻഡ് ഫ്രണ്ട്ലി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പം എന്താണ് വരിക? ഈച്ച് ഓഫ് ദീസ് വർക്കേഴ്സ് ആർ. അപ്പൊ നോക്കിക്കേ, ഈച്ചിലാണോ, ഓഫ് ദീസിലാണോ, വർക്കേഴ്സ് ആർ ജെന്യലിലാണോ, എവിടെയാണ് മിസ്റ്റേക്ക്? നമ്മളിപ്പോ പറഞ്ഞില്ലായിരുന്നോ? എന്താ നമ്മൾ പറഞ്ഞ? ഈച്ച്, എവരി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെന്റൻസ് എങ്ങനെയായിരിക്കണം? സിംഗുലാർ വെർബ് അല്ലെങ്കിൽ സിംഗുലാർ ഓക്സിലറി വെർബ് വരണം. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് വർക്കേഴ്സ് കാണുമ്പോഴാണ്. വന്നോട്ടെ, വർക്കേഴ്സ് വന്നോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈച്ച് ഓഫ് അല്ലെങ്കിൽ എവരി ഈ വാക്കുകൾ വന്നാൽ നിർബന്ധമായിട്ടും ഇവിടെ ആറല്ല വരിക, ഈസ് ആണ് വരിക. അതായത് സിംഗുലാർ വെർബ് അല്ലെങ്കിൽ സിംഗുലാർ ഓക്സിലറി വെർബ് ആണ് വരിക. അത് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും, പക്ഷെ അങ്ങനെ തന്നെയാണ് വരിക. ഈച്ച് ഓഫ് ദീസ് വർക്കേഴ്സ് ഈസ് ജെനിയൽ എന്ന് തന്നെയാണ് വരിക കേട്ടോ. കാരണം നമുക്ക് തോന്നും, അയ്യോ അത് വർക്കേഴ്സ് അല്ലേ, സ്റ്റുഡൻസ് അല്ലേ. അല്ല, എന്തോ ആയിക്കോട്ടെ. അതിനാണ് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒരു റൂള് പറഞ്ഞത്. എവ്രി വൺ, എവ്രിബഡി, നോ വൺ, നോബഡി, സം വൺ, സംബഡി, എനി വൺ, എനിബഡി, ഈച്ച്, ഐദർ, നൈദർ, എവ്രി, ഇങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോൾ നമുക്ക് അവിടെ സിംഗുലാർ വെർബ് അല്ലെങ്കിൽ സിംഗുലാർ ഓക്സിലറി വെർബ് വരണം. കേട്ടോ? സെയിം റൂളാണ്, പക്ഷെ ആ വർക്കേഴ്സ് കാണുമ്പോൾ കുറച്ചുപേരെങ്കിലും സ്വാഭാവികമായിട്ടും തെറ്റിക്കാതിരിക്കില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ദ മിൽക്ക് മെയ്ഡ് poured the entire milk dash a large bottle. The milkmaid poured the entire milk dash the large bottle. Preposition ആണ്. in ആണോ, to ആണോ, into ആണോ, on to ആണോ? എന്താണ് നിങ്ങളുടെ ആൻസർ? എന്താണ് വരിക? യെസ്, into ആണ്.
എന്താണ് ഇന്നിന്റെയും ഇൻടുവിന്റെയും വ്യത്യാസം? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ദ സ്നേക്ക് ക്രൗൾഡ് ഇൻ ടു ദി ഹോൾ. ഇപ്പം പാമ്പ് എഴഞ്ഞ് ആ ഒരു ഹോളിനുള്ളിലേക്ക് പോയി അല്ലെ, മൊത്തമായിട്ട് പോയി. ഓക്കെ, ഇനി ദ ബേബി ഫെൽ ഇൻ ടു ദി പോണ്ട്. ബേബി പോണ്ടിലേക്ക് വീണു, മൊത്തമായിട്ട് വീണു. ദ ചൈൽഡ് റാൻ ഇൻ ടു ദി റൂം. കുട്ടി ഓടി അകത്തോട്ട് പോയി അല്ലെ. അങ്ങനെ മൊത്തമായിട്ട് പോകുന്ന ഒരു പ്രോസസ്, അതാണ് നമ്മൾ ഇൻ ടു എന്നുള്ള വാക്കുകൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ദ മിൽക്ക് മെയ്ഡ് പോർഡ് ദി എൻറ്റയർ മിൽക്ക് എന്താ, ഇൻ ടു എ ലാർജ് ബോട്ടിൽ. ഓക്കെ, അകത്തോട്ട് എന്ന അർത്ഥത്തിൽ. അപ്പൊ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വീണ്ടും എറർ സ്പോട്ട് ഔട്ട് ചെയ്യാനാണ്. ഐദർ മാളവിക നോർ അമ്മു ഹാസ് അറ്റൻഡഡ് ദി ഫംഗ്ഷൻ. ഓക്കെ, ഐദർ മാളവിക നോർ അമ്മു ഹാസ് അറ്റൻഡഡ് ദി ഫംഗ്ഷൻ. ഇവിടെ എന്താണ് ആൻസർ വരിക? അതായത് നമുക്കറിയാം ഐദർ ഓറും നൈദർ നോറും അല്ലെ. ഐദർ ഓറും, ഐദറിന്റെ കൂടെ ഓറും നൈദറിന്റെ കൂടെ നോറും ആണ് വരിക. മനസ്സിലായോ? ഐദറിന്റെ കൂടെ ഓറും നൈദറിന്റെ കൂടെ നോറും ആണ് വരിക. അപ്പം ഇവിടെ അത് തന്നെ തെറ്റാ. ഐദർ മാളവിക നോർ അമ്മു എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതാ നമ്മൾ ഉപയോഗിക്കുക? അതായത് ഇതിന്റെ ഉത്തരം പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ, ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ രണ്ട് ഉത്തരം വരാം. നിങ്ങൾക്ക് ഓപ്ഷൻ എയും പറയാം, ബിയും പറയാം. രണ്ടിലും അർത്ഥം എങ്ങനെ വ്യത്യാസം വരുന്നത് നോക്കാം. നിങ്ങളിപ്പോ സപ്പോസ് ഐദർ മാളവിക ഓർ അമ്മു ഹാസ് അറ്റൻഡഡ് ദി ഫംഗ്ഷൻ. അപ്പൊ പറയുന്ന വ്യക്തി എന്താ പറയുക, ക്ലിയർ അല്ല, ഉറപ്പില്ല. അപ്പൊ ഒന്നുകിൽ മാളവിക അല്ലെങ്കിൽ അമ്മു, ആരോ ഒരാൾ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് അതിന്റെ അർത്ഥം അല്ലെ. ഇനി നൈദർ മാളവിക നോർ അമ്മു ഹാസ് അറ്റൻഡഡ് ദി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലോ, അവിടെ അമ്മുവും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മാളുവും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. സോ ഇവിടെ നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഐദർ മാളവിക നോർ അമ്മു എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസിൽ നമുക്ക് ഏത്, ശരിക്കും പറഞ്ഞാൽ രണ്ട് എയും ബിയും കറക്റ്റ് ആണ്. പിന്നെ കൂടുതൽ കറക്റ്റ് നമുക്ക് ഐദർ വെച്ച് വരുമ്പോ നോർ അല്ല വരിക, അവിടെ എന്തേ വരാൻ പാടുള്ളൂ, ഓറേ വരാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കാം, തിരിച്ചും ചിന്തിക്കാം. ബോത്ത് ദി ആൻസേഴ്സ് ആർ കറക്റ്റ് എന്ന് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റത്തുള്ളൂ. ബോത്ത് ദി ആൻസേഴ്സ് ആർ കറക്റ്റ്. അടുത്തത്, ചിൽഡ്രൻ ഡാഷ് ടു സ്കൂൾ എവ്രി ഡേ. ചിൽഡ്രൻ ഡാഷ് ടു സ്കൂൾ എവ്രി ഡേ. കുട്ടികൾ എന്നും സ്കൂളിൽ പോകാറുണ്ട് അല്ലേ. അപ്പൊ അതെങ്ങനെയാ പറയാ? ഇവിടുത്തെ കീവേഡ് എന്താ? നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ വലിച്ചു വാരി പഠിക്കരുത്. ടെൻസിന് കീവേഡ് ഉണ്ട്. കീവേഡ് വെച്ചിട്ട് വേണം നിങ്ങൾ ടെൻസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഇവിടുത്തെ കീവേഡ് എന്താ? ഇവിടുത്തെ കീവേഡ് എവ്രി ഡേ ആണ് അല്ലെ. എവ്രി ഡേ എന്നൊരു വാക്ക് വന്നാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? യെസ്, അത് എന്തിന്റെ ടെൻസ് ആണ്, എന്തിന്റെ കീവേഡ് ആണ്? സിമ്പിൾ പ്രസന്റിന്റെ കീവേഡ് ആണ്. സിമ്പിൾ പ്രസന്റിന്റെ കീവേഡ്. സോ സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ സിമ്പിൾ ഫോം ഓഫ് ദി അല്ലെങ്കിൽ V1 ഫോം ഓഫ് ദി വെർബ് ഉപയോഗിക്കണം. കുട്ടികൾ എന്നും സ്കൂളിൽ പോകാറുണ്ട്. നമ്മൾ എന്തിനാ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത്? ഹാബിച്വൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, യൂണിവേഴ്സൽ ഫാക്ട്സ്, പ്രപഞ്ച സത്യങ്ങൾ, ഇതിന്റെ കൂടെയൊക്കെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത്. സോ ഇത് എവ്രി ഡേ എന്നൊരു വാക്ക് അവിടെ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി അത് എന്തായിരിക്കും? സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഇനി ചിൽഡ്രൻ എന്ന വാക്ക് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? അപ്പൊ നമുക്ക് സിമ്പിൾ പ്രസന്റ് ആണെന്ന് അറിയാം. സോ ഗോയിങ് അല്ല വെന്റ് അറിയാം. ഗോസോ ഗോയോ ആണ്. ചിൽഡ്രൻ എന്ന വാക്ക് പ്ലൂറൽ ആണ് അല്ലെ. പ്ലൂറലിന്റെ കൂടെ നമ്മൾ എസ് ഉപയോഗിക്കുമോ? എസ് ഉപയോഗിക്കില്ല. സോ ചിൽഡ്രൻ ഗോ ടു സ്കൂൾ എവ്രി ഡേ. ചിൽഡ്രൻ ഗോ ടു സ്കൂൾ എവ്രി ഡേ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Although it was cloudy, we dashed for a walk. Okay, although it was cloudy, we dashed for a walk. ക്ലൗഡി ആയിരുന്നു, അതായത് മഴ പെയ്യാനുള്ള സാധ്യത, മേഘം കെട്ടി നിൽക്കണ്ടായിരുന്നു, എന്നിട്ട് ഞങ്ങൾ നടക്കാൻ പോയി. അപ്പൊ ഇവിടെ എന്താ വരിക? ഗോ ആണോ, വിൽ ബി ഗോയിങ് ആണോ, വെന്റ് ആണോ, ഹാഡ് ഗോൺ ആണോ? എന്ത് വരും? ഓൾദോ ഇറ്റ് വാസ് ക്ലൗഡി വി ഡാഷ് ഫോർ എ വാക്ക്. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഒരു സെന്റൻസ് കംപ്ലീറ്റ്ലി ഒരു ടെൻസിൽ തന്നെ എഴുതുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത് അല്ലെ. അതാണ് പോസിബിലിറ്റി അവിടെ ഉള്ളത് എങ്കിൽ. ഇപ്പൊ ഇതിവിടെ നമുക്ക് നോക്കുമ്പോ എന്താ, ഇത് ക്ലൗഡി ആണ് എന്നിട്ടും ഞങ്ങൾ നടക്കാൻ പോയി. ഈ സെന്റൻസിൽ ഇവിടെ വാസ് ഉണ്ട്. So it indicates that the sentence should be in present tense. Okay, sentence should be in present tense. So although it was cloudy, we went for a walk. Had gone in the avashyonnuilla. Answer is option C. We went for a walk. Clear ആണോ? Okay. Answer is option C. ഇനി അടുത്തത്, they dashed the same mistake 4 times this month. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇത് ഒരുപാട് കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. they dashed the same mistake 4 times this month. അപ്പൊ ഒറ്റ മാസം അവര്
ഈ മിസ്റ്റേക്ക് പലവട്ടം ചെയ്തു അല്ലെ, എത്ര വട്ടം ചെയ്തു? 4 വട്ടം ചെയ്തു. അപ്പൊ അവിടെ നിങ്ങൾ എന്താണ് ഉപയോഗിക്കുക? മെയ്ഡ് ആണോ, ഹാവ് മെയ്ഡ് ആണോ, ഹാഡ് മെയ്ഡ് ആണോ, ആർ മേക്കിംഗ് ആണോ? ഇത് എക്സെപ്ഷണൽ കേസ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ നല്ലൊരു ശതമാനം കുട്ടികളും ഉത്തരം പറഞ്ഞിട്ടുണ്ടാവുക ഒന്നുകിൽ മെയ്ഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ 4 പ്രാവശ്യം ഈ മാസം അവര് മിസ്റ്റേക്ക് ചെയ്തു. പക്ഷെ എപ്പോഴൊക്കെയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പാസ്റ്റ് ടെൻസ് ഒക്കെ തന്നെയാണ്, മെയ്ഡ് അല്ല വരിക. ടൈം സ്പെസിഫൈഡ് ഫോർ ഈച്ച് ഇവന്റ് ഇല്ല. ഈ 4 മാസം അവരെപ്പോഴാണ് ചെയ്തതെന്നുണ്ടോ? ഇല്ല. സോ അതൊരു കംപ്ലീറ്റ്ലി ടൈം അടക്കം പറഞ്ഞിട്ടുള്ള ഒരു ക്ലിയർ സെന്റൻസ് അല്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഓപ്ഷൻ ബി ആണ് ഉപയോഗിക്കുക. ദേ ഹാവ് മെയ്ഡ് ദ സെയിം മിസ്റ്റേക്ക് 4 times ഇൻ എ മന്ത്, അല്ലെങ്കിൽ 4 times ദിസ് മന്ത്. ഇതൊരു PYQ ആണ്, കൃത്യമായിട്ട് പഠിക്കുക. നല്ലൊരു ശതമാനം കുട്ടികളും ഇതിനകത്ത് മെയ്ഡ് എന്ന ഉത്തരവാണ് എഴുതിയത്. പക്ഷെ മെയ്ഡ് അല്ല, ഹാവ് മെയ്ഡ് ആണ്. ബിക്കോസ് ഇതിനകത്തുള്ള ആ ഒരു കൺഫ്യൂഷൻ, എപ്പോ എന്ന വാക്ക് അവിടെ ഇല്ല. ഈ മാസം ചെയ്തു 4 പ്രാവശ്യം, എപ്പോഴൊക്കെയോ 4 പ്രാവശ്യം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ എന്താ ഉപയോഗിക്കുക? ഹാവ് മെയ്ഡ് ആണ് ഉപയോഗിക്കുക. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അപർണ ഹാസ് ഡാഷ് ടു ബാംഗ്ലൂർ. അപർണ ഹാസ് ഡാഷ് ടു ബാംഗ്ലൂർ. ഫ്ലൈ ആണോ, ഫ്ലൂ ആണോ, ഫ്ലോൺ ആണോ, ഫ്ലോൺ ആണോ? ഓക്കെ, അതായത് ഇത് എത്രയോ വട്ടം പല പരീക്ഷകളിൽ, ടൈപ്പിസ്റ്റ് മാത്രമല്ല, PSC മാത്രമല്ല, ബാങ്ക് എക്സാംസിലൊക്കെ, ഈവൻ കേറ്റഡ് എക്സാംസിൽ പോലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത്രയും കുട്ടികൾ തെറ്റിക്കുന്നത് കൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നതെന്ന് തന്നെ പറയാം. അപ്പൊ നോക്കിക്കേ, അപർണ ഹാസ് ഡാഷ് ടു ബാംഗ്ലൂർ. അപർണ ബാംഗ്ലൂർക്ക് പോയി അല്ലെ. ഇനി നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇവിടെ നിങ്ങളിൽ പലരും ഉത്തരം പറഞ്ഞിട്ടുണ്ടാവുക എന്തായിരിക്കും? ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ ആണോ? നോക്കിക്കേ, ഇവിടെ 2 വാക്കുകളുണ്ട്. ഫ്ലൈ എന്ന വാക്കുണ്ട്, അതുപോലെ ഫ്ലോ എന്ന വാക്കുണ്ട്. ഇതിന്റെ രണ്ടിനെ V2 V3 നമുക്ക് പറയാൻ പറ്റണം. ഫ്ലൈ എന്ന വാക്കിന്റെ V2 V3 എന്താണ്? ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ഫ്ലോയിഡയോ? ഫ്ലോഡ്. മനസ്സിലായോ? ഇത് എപ്പോഴും ചോദിക്കും. ഇത് ഫ്ലൈ വെച്ചിട്ടുള്ളതായതുകൊണ്ട് കുറച്ചുപേരെങ്കിലും തെറ്റിക്കില്ല. പക്ഷേ അതേസമയം ഇതേ ചോദ്യം ഞാനൊന്ന് മാറ്റുകയാണെന്ന് വിചാരിക്കൂ. ദ വാട്ടർ ഹാസ് ഡാഷ് അണ്ടർ ദി ബ്രിഡ്ജ് എന്നാണ് ഈ ഒരു ചോദ്യം എന്ന് വിചാരിക്കൂ. വാട്ടർ ഹാസ് ഡാഷ് അണ്ടർ ദി ബ്രിഡ്ജ് എന്ന് പറഞ്ഞാലും നല്ലൊരു ശതമാനം കുട്ടികളും ഫ്ലോൺ എന്ന ഓപ്ഷനിൽ കയറി കുത്തും. പക്ഷെ അല്ല, ഫ്ലോൺ എന്ന് പറയുന്നത് ഫ്ലൈന്റെ V3 ആണ്, ഫ്ലോയിന്റെ V3 ഫ്ലോഡ് ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഫ്ലൈയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുന്നത് ഫ്ലോൺ ആണ് കേട്ടോ. സോ സി ആണ്. ഡിയുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. ഫ്ലോഡ് എന്നുള്ളതാണ് ഫ്ലോയുടെ V3 ഫോം. ഈ 2 പോയിന്റും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്തത്, വി ഷാൽ ഗോ ഫോർ എ വാക്ക് വെൻ ഇറ്റ് ഡാഷ് റെയിനിങ്. മഴ നിന്നിട്ട് നമുക്കൊന്ന് നടക്കാൻ പോകാം അല്ലെ. വി ഷാൽ ഗോ ഫോർ എ വാക്ക്. വി ഷാൽ ഗോ ഫോർ എ വാക്ക്. അപ്പൊ മഴ നിന്നിട്ട് വേണം നമുക്ക് പോവാനായിട്ട്. മഴ നിന്നിട്ടില്ല അല്ലെ, അപ്പോ സ്റ്റോപ്ഡ് അല്ല അല്ലെ. വെൻ ഇറ്റ് സ്റ്റോപ്പിംഗ് റെയിനിങ് എന്ന് പറയത്തുമില്ല. വെൻ ഇറ്റ് സ്റ്റോപ്പ് റെയിനിങ് ആണോ, സ്റ്റോപ്സ് റെയിനിങ് ആണോ? ഇറ്റ് ആണ് അല്ലെ. ഇറ്റ് ആവുമ്പോൾ സിംഗുലർ ആണ്. വെൻ ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ്. വെൻ ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ്. ആൻസർ ഇസ് ഓപ്ഷൻ ബി. വി ഷാൽ ഗോ ഫോർ എ വാക്ക് വെൻ ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദേ എഗ്രീഡ് ടു മീറ്റ് അറ്റ് ദി എയർപോർട്ട് ബട്ട് ഹി ഡിഡ്ന്റ് ഡാഷ്. ഫ്രേസൽ വെർബുകൾ ഇപ്പൊ ചോദിക്കുന്നതിൽ നല്ല പാറ്റേൺ ചേഞ്ച് വരുന്നുണ്ട്. കുറച്ചും കൂടി ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസൽ വെർബിലേക്കാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. പണ്ട് പരീക്ഷയ്ക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമായിരുന്നു. ആ ഒരു PYQ മോഡൽ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നെല്ലാം മാറി ഇപ്പൊ ഡിഗ്രി പ്രിലിംസ് പോലുള്ള പരീക്ഷകളിൽ കൃത്യമായിട്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യേണ്ട ഫ്രേസൽ വെർബുകൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അവര് മീറ്റ് ചെയ്യാം, എവിടെ? എയർപോർട്ടിൽ മീറ്റ് ചെയ്യാമെന്ന് അഗ്രി ചെയ്തു. പക്ഷേ അവൻ വന്നില്ല, അവൻ എത്തിച്ചേർന്നില്ല, അവനെ വന്നില്ല എന്നാണ് അവിടെ വരുന്നത്. അപ്പൊ എങ്ങനെയാ വരിക? ദേ എഗ്രീഡ് ടു മീറ്റ് അറ്റ് ദി എയർപോർട്ട് ബട്ട് ഹി ഡിഡ്ന്റ് എന്താ? ടേൺ അപ്പ്. കേട്ടോ, ടേൺ അപ്പ്. ഓക്കെ, ടേൺ അപ്പ്. ആൻസർ ഇസ് ഓപ്ഷൻ എ, ടേൺ അപ്പ്. ടേൺ ഓൺ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓൺ ചെയ്യില്ല, അതാണ് ടേൺ ഓൺ. ഓക്കെ, പിന്നെ കോൾ ഓണും കോളറ്റും ഇത് രണ്ടും വിസിറ്റ് ആണ്. ഇത് രണ്ടിന്റെ അർത്ഥവും വിസിറ്റ് എന്ന് തന്നെയാണ്. പക്ഷെ കോൾ ഓൺ മീൻസ് വിസിറ്റ് എ പേഴ്സൺ. ഐ കോൾഡ് ഓൺ എ ഡോക്ടർ. അതുപോലെ കോളറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ്. ഐ കോൾഡ് അറ്റ് ഡൽഹി. മനസ്സിലായോ? അപ്പൊ അതാണ് കോൾ ഓണും കോളറ്റും. രണ്ടിന്റെ അർത്ഥവും വിസിറ്റ് തന്നെയാണ്. പക്ഷെ ഒന്ന് ഒരു പേഴ്സണും മറ്റൊരു പ്ലേസും ആണ്. ഇനി ടേൺ അപ്പ്, അറൈവ് ചെയ്യുക, അവൻ എത്തിച്ചേർന്നില്ല.
സോ ദേ agreed to meet at the airport but he didn't turn up. ഇതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡ്രോപ്പ് ഇൻ, അതായത് പോകുന്ന വഴിക്ക് ഇവിടെ ഡ്രോപ്പ് ഇൻ ചെയ്യൂ, ഇറങ്ങൂ, ജസ്റ്റ് എൻ്റെ വീട്ടിലേക്ക് ഡ്രോപ്പ് ഇൻ ചെയ്യുക. സോ വിസിറ്റ് while you are going on another way. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇപ്പോൾ ഫ്രേസൽ വെർബ്സ് കൂടുതലും ചോദിച്ച് വരുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ഇംഗ്ലീഷ് സ്പോക്കൺ ബൈ ഹെർ. ഇതിനെ ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റണം. നമുക്ക് സാധാരണഗതിയിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇതിന്റെ പ്രത്യേകത ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് പലപ്പോഴും തെറ്റുന്നത്. നമുക്ക് നോക്കാം. ചോദ്യങ്ങളെ കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ ടിപ്സ് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ ചോദ്യം ഡു അല്ലെങ്കിൽ ഡസ് ആണ് എങ്കിൽ നമ്മൾ അതിനെ എന്താ, ഇതിപ്പോ തന്നിരിക്കുന്നത് എന്ത് വോയിസാ, പാസീവ് വോയിസ് ആണ് അല്ലെ, തന്നിരിക്കുന്നത് പാസീവ് വോയിസ് ആണ്. സോ ഡു അല്ലെങ്കിൽ ഡസ് ആണ് എങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഈസ് അല്ലെങ്കിൽ ആറിലോട്ട് മാറ്റണം. മനസ്സിലായോ? ഡിഡ് ആണെങ്കിലോ, ഡിഡ് ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറിലോട്ട് മാറ്റണം. ഈ ഒരു റൂൾ പഠിച്ചാൽ ഇതിൽ ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഡു അല്ലെങ്കിൽ ഡസ് വന്നാൽ അതെന്താവണം, ഈസ് അല്ലെങ്കിൽ ആർ ആവണം. ഡിഡ് വന്നാൽ വാസ് അല്ലെങ്കിൽ വേർ ആകണം. ഇനി നോക്കിക്കേ, ഈസ് ഇംഗ്ലീഷ് സ്പോക്കൺ ബൈ ഹെർ. ആക്ച്വലി ഇത് ഏത് വോയിസ് ആണ്? ഇത് പാസീവ് വോയിസ് ആണ്. നിങ്ങൾ കൺവേർട്ട് ചെയ്യുന്നത് ആക്റ്റീവ് വോയിസിലോട്ടാണ്. സാധാരണ നമുക്ക് ചോദ്യം തരാറ് ആക്റ്റീവ് വോയിസിലാണ്. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പരസ്പരം വരുന്ന കൺവേർഷൻ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മാത്രം മതി ഇതിന്റെ ഉത്തരം കിട്ടാനായിട്ട്. നോക്കിക്കേ, ഈസ് ഇംഗ്ലീഷ് സ്പോക്കൺ ബൈ ഹെർ എന്ന് വരുമ്പോൾ ഈസ് അല്ലെങ്കിൽ ആർ വന്നാൽ എന്താവണം, ഡു അല്ലെങ്കിൽ ഡസ് ആവണം. ശരിയല്ലേ? അപ്പൊ ഡിഡ് വരുന്നതിന് നമുക്ക് വെട്ടാം, ഈസ് വരുന്നതിന് നമുക്ക് വെട്ടാം, ഹാസ് വരുന്നതിന് നമുക്ക് വെട്ടാം. ആൻസർ ഇസ് ഓപ്ഷൻ എ. സിമ്പിൾ അല്ലെ? ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്. കണ്ടോ? ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്. അവിടെ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെച്ചേക്കുക. ഡു ഡസ് ഡിഡ് ആണെങ്കിൽ V1 ഫോം ഓഫ് ദ വെർബ് വരണം. അതും കൂടി ഓർത്തേക്കണം കേട്ടോ. V1 ഫോം ഓഫ് ദി വെർബ് നിർബന്ധമായിട്ടും വരണം. അല്ലാതെ ഡസ് ഷീ സ്പീക്സ് ഇംഗ്ലീഷിനോ ഡസ് ഷീ സ്പോക്ക് ഇംഗ്ലീഷിനോ ഒന്നും വരരുത്. ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡിഡ് വന്നാൽ അവിടെ V1 ഫോം ഓഫ് ദി വെർബ് തന്നെ വരണം. സോ ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പൊ ഈ ഒരൊറ്റ കൺവേർഷൻ അറിഞ്ഞാൽ മതി, നമുക്ക് പാസീവ് വോയിസ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ടൈപ്പിസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ഡ്രൈവർ എക്സാം പോലെ എപ്പോഴും അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷയാണ്. ഇങ്ങനെ കറക്റ്റായിട്ട് എപ്പോഴും സ്കിൽസ് ഷാർപ്പൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് റാങ്ക് ഹോൾഡേഴ്സ് പഠിച്ചത് നമുക്ക് അവരിൽ നിന്ന് തന്നെ കേൾക്കാം. ഓക്കെ, സോ ചാറ്റ് വിത്ത് ദി റാങ്ക് ഹോൾഡർ എന്നൊരു പ്രോഗ്രാമുമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ വരുന്നു. ടൈപ്പിസ്റ്റിന്റെ പ്രീവിയസ് ഇയറിൽ റാങ്ക് ഹോൾഡറുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയോടൊപ്പം അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. സോ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ടൈപ്പിസ്റ്റിന്റെ ലോങ് ബാച്ച് സ്റ്റാർട്ടഡ് ആണ്. ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും എക്സാംസും ഒക്കെ ആയിട്ട് കുട്ടികൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ നേരത്തെ കൂട്ടി തന്നെ നിങ്ങളും പ്രിപ്പയർഡ് ആവുക. കാരണം എപ്പോഴും അവസരങ്ങൾ വരുന്ന ഒരു തസ്തിക തന്നെയാണിത് അല്ലേ. സോ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫ്രീ ഗ്രൂപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നത് നമ്മുടെ ഫ്രീ ഗ്രൂപ്പുകളിൽ കൂടെ ആയിരിക്കും. സോ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒപ്പം ഇംഗ്ലീഷ് പഠിക്കാൻ ആയിട്ട് ഒരു ഫ്രീ ചാനൽ ടെലഗ്രാം ചാനലുണ്ട്. അതിന്റെ ലിങ്ക് കൂടി ഞാൻ ഇതിനോടൊപ്പം പിൻ ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ വർക്കൗട്ട്സ് ഡെയിലി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ചെയ്തു നോക്കാൻ അത് വളരെയധികം സഹായകമായിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. നന്നായിട്ട് തന്നെ എല്ലാവരും പഠിക്കുക. ഷാർപ്പൻ യുവർ സ്കിൽസ്. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു.